സദ്യയ്ക്ക് ആവശ്യമായ അവിയലാണ് ഉണ്ടാക്കുന്നത്. പച്ചക്കറി ഏകദേശം 1/2 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി അരിഞ്ഞത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ വെച്ചിട്ട്, തൈര് 1/2 കപ്പ്, പുളി കുറഞ്ഞ തൈരാണ് എടുക്കുന്നത്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ തേങ്ങ ചതയ്ക്കാൻ ആവശ്യമായത് മിക്സിയിൽ വെള്ളം ഒഴിക്കാണ്ട് അരച്ചെടുക്കുക. ചുമന്നുള്ളി 3 എണ്ണം, തേങ്ങ 1 കപ്പ്, പിന്നെ ചെറിയ ജീരകം 1/4 ടീസ്പൂൺ, പിന്നെ കറിവേപ്പില. പച്ചക്കറി ഇടുക. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും, ഉപ്പ് ആവശ്യത്തിന്, ഇഞ്ചി പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ കപ്പ് വെള്ളം. കൂടുതൽ വെള്ളം ഒഴിക്കരുത്. കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പച്ചക്കറി കുഴഞ്ഞു പോകും. ഇവയെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചെറുതീയിൽ അടച്ചു വെച്ച് വേവിക്കുക. ഇത് തുറന്ന് ഇളക്കി കൊടുക്കണം, ശ്രദ്ധിക്കണം. അവിയലിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം കുറച്ചാണ് ഒഴിച്ചിരിക്കുന്നത്. പച്ചക്കറികൾ ഏകദേശം വേവുമ്പോൾ അതിലേക്ക് തൈര് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന, വെള്ളം ചേർക്കാണ്ട് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും ചുമന്നുള്ളിയും 3 ചുമന്നുള്ളിയും കൂടെ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുത്തത് അതിലേക്ക് ചേർക്കുക. തേങ്ങ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 2-3 മിനിറ്റ് കൂടെ വേവിക്കുക. എന്നിട്ട് അതിലേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കുക. അപ്പോൾ സ്വാദിഷ്ടമായ അവിയൽ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് അവിയൽ.